ഹലോ, പിക്സലിൻ്റെ 9 സീരീസ് അങ്ങനെ ലോഞ്ച് ചെയ്തു. നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ആൻഡ്രോയിഡ് 15-ലല്ല ഈ ഒരു പിക്സൽ 9 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സാധാരണ അതങ്ങനെ വരാറില്ലാത്ത കാര്യമാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല ആൻഡ്രോയിഡിന് അല്ലെങ്കിൽ ഗൂഗിളിന്. ഓക്കെ, പിന്നെ ആൻഡ്രോയിഡ് 15 കാര്യം ഒന്നും പറയണ്ട. അവരെന്ത് കാണിക്കണമെന്ന് പോലും അവർക്കൊരു പിടുത്തമില്ല. ഓക്കെ, അവരെന്തോ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു അപ്ഡേറ്റ് എടുത്ത് നമുക്ക് കിട്ടുമായിരിക്കും. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വയ്ക്കാം, അല്ലെങ്കിൽ മേളിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാണ്. അപ്പോൾ അതെന്തെങ്കിലും ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത കാര്യവും ലീക്കിൻ്റെ കാര്യമൊക്കെ വിട്ടേക്കുവാണ്. ഇപ്പം ഒറിജിനൽ പ്രോഡക്റ്റ് അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും 3 ഡിവൈസസ് അല്ലെങ്കിൽ 4 ഡിവൈസസാണ് മെയിനായിട്ടും വരുന്നതെന്ന്. ഒരു ഫോൾഡബിൾ ഡിവൈസ് വന്നിട്ടുണ്ട്, അതിനെ വിളിക്കുന്നത് പിക്സൽ 9 പ്രോ ഫോൾഡ് എന്ന്. ഓക്കെ, പിന്നെ 3 മെയിൻ ഫോൺസാണ് ആ ഒരു സീരീസിലേക്ക് വന്നിട്ടുള്ളത്. പിക്സൽ 9, 9 പ്രോ, 9 പ്രോ XL. ഇവിടെ നമുക്ക് ആപ്പിളിൻ്റെ ആ ഒരു ഡിസ്പ്ലേ സൈസിങ് പരിപാടികളൊക്കെയാണ് ഈ പിക്സൽ 9 സീരീസും ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു 9 സീരീസിൽ അതായത് പിക്സൽ 9ഉം 9 പ്രോയും സെയിം ഡിസ്പ്ലേ സൈസിലാണ് വരാം, 6.3 ഇഞ്ചസ്. ഈ ഒരു പിക്സൽ 9 പ്രോ XL എന്ന് പറയുന്ന ഡിവൈസ് മാത്രമായിരിക്കും 6.8 ഇഞ്ചസിൻ്റെ ആ ഒരു ഡിസ്പ്ലേ സൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറയാനേക്കാൾ മുമ്പ് ഇതിൻ്റെ പ്രൈസിങ് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കണം. കാരണം കഴിഞ്ഞ പിക്സൽ 8 സീരീസിനേക്കാളും നല്ലൊരു പ്രൈസിങ്ങിനാണ് ഈ പ്രാവശ്യം 9 സീരീസ് വന്നിട്ടുള്ളത്. അത് ഉള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ 8 സീരീസൊക്കെ, അതായത് 8 പ്രോയുടെ ഒക്കെ പ്രൈസിങ് 1,13,000 മേളിൽ കടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പിക്സൽ 8 പ്രോയുടെ പ്രൈസിങ്. അപ്പോൾ ആ രൂപയ്ക്കൊക്കെ പിക്സൽ 8 പ്രോ ഒക്കെ വാങ്ങുന്നതിന് സമ്മതിക്കണം. കാരണം ആ ഒരു 8 സീരീസ് എന്ന് പറയുന്നത് വെറും ബേസ്ഡ് ആയിരുന്നു. ടെൻസർ G3 വന്നു, പേരിന് കുറച്ച് AI ഫീച്ചേഴ്സ്, അതായത് മെയിനായിട്ടും AI ഫീച്ചർ, AI ഫോണായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഈ ഫോൺ അതിലും വലിയൊരു AI ഫോണാണ്, നമുക്കത് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു 8 സീരീസിൽ വീണ്ടും അവരൊരു 8A ഇറക്കിയായിരുന്നു. അതും അതിനും വലിയൊരു ശോകം. ഓക്കെ, 8 ഉണ്ടായിരുന്നു, എന്നിട്ടും 8A ഇറക്കി കൊളാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല 8 സീരീസ് അത്ര ഹിറ്റായെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ പിക്സലിൻ്റെ 8 സീരീസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം മെയിനായിട്ട്. കാരണം 8 പ്രോയിലൊക്കെ കുറേ നെറ്റ്വർക്ക് ഇഷ്യൂ, അതുപോലെ തന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ആ ഒരു ഡിവൈസിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കുറേ പേര് റിപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുള്ളതാണോന്നും, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ, ഇനിയിപ്പം ഈ ഒരു 8 സീരീസിൽ നിങ്ങൾ 9 സീരീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നിങ്ങളുടെ ഒരു തോട്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുന്ന അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ഈ പ്രൈസിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 4 ഡിവൈസസാണ് മെയിനായിട്ടും വരാം. ഇവരുടെ ഈ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 79,900 രൂപയാണ്. അതായത് ആ ഒരു പിക്സലിൻ്റെ ബേസ് വേരിയൻറ്റ്. ഐഫോൺസിൻ്റെ അത് സെയിം പ്രൈസിങ് സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു പിക്സൽ 9 സീരീസിൽ കാണുന്നത്. ഇപ്പോൾ പിക്സലിൻ്റെ ആ ഒരു 9 പ്രോ വരുമ്പോൾ 1,02,000 എന്നൊക്കെയാണ് പറയുന്നത്, 1,02,000 ആ ഒരു സംതിങ് റേഞ്ചിലാണ് ഇറങ്ങുക. പിന്നെ പിക്സലിൻ്റെ ആ ഒരു പ്രോ XL 9 പ്രോ XL വരുന്നത് 1,27,900. ഓക്കെ, ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് വരിക. പിന്നെ ഇതിനും വലുത് ഇതിൻ്റെ ആ ഒരു ഫോൾഡ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,72,990 രൂപ വരും. അതിന് മേളിൽ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതൊരു എന്താ പറയുക, പ്രൈസ് ഇതുവരെയായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു അനലൈസിസ് ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ആ ഒരു ഫോൾഡബിൾ ഡിവൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 1,30,000 മേളിലായിരുന്നു മിക്ക ഫോൾഡബിൾസും വരാം. ഫോൾഡബിൾസ് പിന്നുള്ളത് ഫ്ലിപ്പാണ് വരിക. ഫ്ലിപ്പ് ഇപ്പോൾ നമുക്ക് 45,000 രൂപയ്ക്ക് മോട്ടോയുടെ വക കിട്ടും. പക്ഷേ ഫോൾഡബിൾസ് ഇപ്പോൾ 1,15,000 അതിന് ആ ഒരു റേറ്റിന് മേളിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഫോൾഡബിൾസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു OnePlus ഓപ്പണാണ്. അതിൻ്റെ ആ ഒരു ഡിസൈനും പിന്നെ ക്ലോസ് ടു സീറോ ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പും ആ ഒരു ഹിൻ ഹാൻഡ് ഫീലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് Z6-നേക്കാളും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് OnePlus ഓപ്പൺ തന്നെയാണ്. അപ്പോൾ അതിനെ കടത്തി കൊണ്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലും അതുപോലെ തന്നെ ഒരു ഇൻ ഹാൻഡ് ഫീലിലൊക്കെയാണ് ആ ഒരു പിക്സലിൻ്റെ 9 പ്രോ ഫോൾഡ് വന്നിട്ടുള്ളത്. സ്ലിം ആയിട്ടുള്ള ബെസൽസും ക്ലോസ് ടു സീറോ ആയിട്ടുള്ള ഗ്യാപ്പും പിന്നെ ആ ഒരു ക്യാമറ മോഡുകളുടെ ഡിസൈൻസൊക്കെ വിഷയം എന്ന് പറയുന്നത്. അതായത് ഒരു പിക്സൽ നമുക്ക് അകലെന്ന് കണ്ടാലും അത് പിക്സലാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വിഷയം ഡിസൈനായിട്ടുണ്ട്. പക്ഷേ പ്രൈസാണ് ഒരു വിഷയം. 1,72,000 രൂപയ്ക്ക് ഒരു ഫോൾഡ് എടുക്കുക, അതും സാംസങ്ങിൻ്റെ Z6 ഒക്കെ ഇരിക്കുമ്പോൾ അത് എടുക്കാനൊക്കെ പറയുമ്പോൾ എന്ത് ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 9 സീരീസ് ഫുൾ AI കളികളാണ്. നിങ്ങൾ AI കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഫോണിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ ഒരു പിക്സൽ 9 സീരീസിൽ നിങ്ങൾക്ക് ചെയ്യാം മാക്സിമം. ഓക്കെ, അതാണ് ആ ഒരു സംഭവമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഭാഗം പറയാനുണ്ടല്ലോ, പിക്സലിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അത്രയും വരില്ല ശരിക്കും പറഞ്ഞാൽ One UIയുടെ എക്സ്പീരിയൻസ്. പക്ഷേ One UI ഇപ്പോൾ അടിച്ച് കണ്ടത്തിലിട്ടിട്ടുണ്ട് പിക്സലിൻ്റെ എക്സ്പീരിയൻസിനെ. ഇനി വരാൻ പോകുന്ന One UI 7-ലൊക്കെ ഫുൾ കംപ്ലീറ്റ് റീഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിസൈനൊക്കെ വന്ന് ഈ ഒരു ഫോൾഡിലൊക്കെ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ സീൻ മാറും. ഓക്കെ, പിക്സൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവം മാറ്റിയിട്ട് ഇപ്പം One UI എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ അഡിക്റ്റ് ആവേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരിക. കാരണം പിക്സലിൻ്റെ ആ ഒരു സ്റ്റോക്ക് എക്സ്പീരിയൻസിൽ അവരിപ്പം മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു AI ഫോക്കസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. വലിയ അപ്ഡേറ്റ്സ് ഒന്നും UI ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പരിപാടികളൊന്നും വന്നിട്ടില്ല ആൻഡ്രോയിഡ് 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.
അപ്പോൾ പിക്സൽ ഇനിയും കുറച്ചൊക്കെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ, അതായത് ഒരു UI ഡിസൈൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു UI സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതൊരു പിക്സൽ എക്സ്പീരിയൻസ് തന്നേക്കാം. ഇപ്പോൾ എന്താണെന്നറിയില്ല, പക്ഷേ ഇപ്പോഴും പിക്സലിൻ്റെ ബേസ് ആയിട്ടുള്ള ഫാൻസ് ഇപ്പോഴും ഉണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ട്, കുറേ റിവ്യൂസ് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു വീഡിയോയിൽ പിക്സലിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ബ്രോ 2018 വാങ്ങിയ പിക്സൽ 2 XL ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാണ്ട് പിക്സൽ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മിക്കവരും പറയുന്നുണ്ട് പിക്സൽ എക്സ്പീരിയൻസ് അടിപൊളിയാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഒരു പിക്സലിൻ്റെയും വണ്ണിയുടെയും കാര്യത്തെ പറ്റി പറയുമ്പോൾ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പിക്സൽ 9 സീരീസ് ഫോൾഡ് നമുക്ക് മാറ്റി വയ്ക്കാം, 9 Pro സീരീസൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഈ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന്, എനിക്കിത് അടിപൊളിയായിട്ട് തോന്നാനുള്ള കാരണവും പിന്നെ ഇതെനിക്ക് മോശമായിട്ട് തോന്നാനുള്ള 2 കാര്യങ്ങളാണ്. ഓക്കെ, ആദ്യം തന്നെ ഇത് അടിപൊളിയാവാനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡിസൈൻ എന്നൊക്കെ പറയാം. ഹെവി ആയിട്ടുണ്ട് കുറച്ചൊക്കെ, പക്ഷേ എങ്കിലും ഒരു പ്രീമിയം ഡിസൈനായിട്ട് നമുക്ക് നോക്കാം. ഒരു സോളിഡ് ഫോൺ. ഓക്കെ, ഇതൊരു സോളിഡ് ഫോണാണ്. നിങ്ങളിപ്പോൾ താഴെ ഇട്ടാലും പെട്ടെന്ന് ബെൻഡ് ആവുന്ന ഒടിയുന്ന പരിപാടികളൊന്നും ഇതിൽ നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും മറ്റേ ജെറി റിഗിൻ്റെ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ 2 ടൈപ്പ് ടെക്നോളജീസ് ഉണ്ട്. ഒന്ന് ഒപ്റ്റിക്കൽ സ്കാനിങ്ങും പിന്നെ അൾട്രാസോണിക് ആണ് ഇത്രയും ഫാസ്റ്റർ ആയിട്ടുള്ള സെറ്റപ്പ്. അതൊക്കെയാണ് സാംസങ്ങിൻ്റെ ഫ്ലാഷിപ്പ്, അതായത് SEസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സിൻ്റെ ടെക്നോളജി. ഒരു ഫോണും കൊടുക്കാത്ത രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെറ്റപ്പ്. 6 വർഷം 5 വർഷമൊക്കെ ഓക്കെ, 7 വർഷത്തെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പിക്സലിൻ്റേതായിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സും ഈ ഒരു ഡിവൈസിലുണ്ട്. അപ്പം ഈ ഒരു ഡിവൈസ് നിങ്ങൾ ഈ ഒരു റേറ്റൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ 7 വർഷത്തേക്ക് വേറെ ഫോണിൻ്റെ ആവശ്യം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് പറയാം. ഓക്കെ, പിന്നെ റാം സെറ്റപ്പിലേക്കാണ് വരുമ്പോൾ, റാം സെറ്റപ്പിൽ ഇപ്പം 12 GB ആണ് ഇപ്പം മിക്ക ഡിവൈസസും ഇപ്പം എന്താ പറയുക സ്റ്റോക്കായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. അതിനെയും പുഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 16 GB, ഓക്കെ 16 GB റാമായിട്ട് വരുന്ന ഡിവൈസസ് ഒക്കെയാണ് ഇതിനകത്ത് ആ ഒരു പ്രോയും Pro XLും. ഓക്കെ, ഇനിയിപ്പം 16 GB റാമുള്ള ഡിവൈസസ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഈ ഒരു എന്താ പറയുക AIയുടെ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ പിക്സൽ ഡിവൈസസിലും ഹെവി ആയിട്ടുള്ള റാമും നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പിക്സൽ 9 സീരീസിൽ എനിക്ക് മോശമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ബാറ്ററി സെറ്റപ്പ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഐഫോണിലൊക്കെ കാണുന്ന പോലെ 3000 mAh 4000 mAh എന്നൊക്കെയാണ് കാണാറ്. നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്, 3600 അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ്. അതേപോലെ തന്നെ ഈ പിക്സൽ 9 സീരീസിൻ്റെ ആ ഒരു ബേസ് വേരിയൻസ് ആയിട്ടുള്ള പിക്സൽ 9ഉം 9 പ്രോയിലും നമുക്ക് 4700 mAh ബാറ്ററി ഉള്ളൂ. പിക്സൽ 9 Pro XLിലേക്ക് വരുമ്പോൾ നമുക്ക് 5060 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ബാറ്ററി ചാർജിങ് സെറ്റപ്പ് 27 വാട്ടിൻ്റെ സംഭവങ്ങളാണ് നമുക്ക് ആ ഒരു പിക്സൽ 9ഉം 9 പ്രോയിലും കിട്ടുക. അതേപോലെ തന്നെ പിക്സൽ 9 Pro XLിലേക്ക് വരുമ്പോൾ നമുക്ക് 37 വാട്ടിൻ്റെ സംഭവം കിട്ടുന്നുണ്ട്. 37 വാട്ടിൻ്റെ ആ ഒരു പിക്സൽ 9 Pro XLിൻ്റെ ബാറ്ററി സെറ്റപ്പ് ഓക്കെ, പക്ഷേ 9ഉം 9 പ്രോയിലും അത് അത്ര പോരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബാറ്ററി ചാർജിങ് സെറ്റപ്പ് 27 വാട്ടിൻ്റെ ചാർജിങ് സെറ്റപ്പ് ഒന്നും 1 ലക്ഷം രൂപയുടെ ഫോൺ കൊടുത്ത് മേടിക്കാന്നൊക്കെ പറഞ്ഞാൽ, അതും ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് മേടിക്കാന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് പാട് തന്നെയാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ചാർജിങ് സ്പീഡ് കുറച്ച് തന്നെ കൂട്ടാം, അതുപോലെ തന്നെ എന്തെങ്കിലും ബാറ്ററിയിലെ കപ്പാസിറ്റി കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഇനിയിപ്പം ഇതും ഐഫോൺ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് സംഭവങ്ങളാണ്. അപ്പോൾ മെയിനായിട്ടും ആൻഡ്രോയിഡ് ഇത്തിരി പവർ കൺസ്യൂം ചെയ്യുന്ന OS ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. iOS എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് വരുന്നില്ല. അധികം ബാറ്ററി എഫിഷ്യൻ്റ്, അതായത് അധികം ലോഡൊന്നും വലിക്കാത്തൊരു OS ആണ് iOS. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ബാറ്ററി മതിയായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു പോയാൽ എന്തായാലും അടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, ഈ ഒരു പിക്സൽ 9ലും 9 പ്രോയിലും ഇത്ര ബാറ്ററി മതിയോ? ഓക്കെ, കമൻറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞാൽ മോശമായിട്ടുള്ളൊരു കാര്യം, ഇതിനകത്ത് ആൻഡ്രോയിഡ് 15 വരുന്നില്ല എന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആൻഡ്രോയിഡ് 15ൻ്റെ ആ ഒരു ചാർട്ട് ഫെബ്രുവരി തൊട്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങി. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ലോഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, ഓഗസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഉറപ്പായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യം ഇതുവരെയുള്ള ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ മിക്ക എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു പിക്സലിൻ്റെ പുതിയ ഡിവൈസിൻ്റെ കൂടെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പിക്സലിൻ്റെ ആ ഒരു ലേറ്റസ്റ്റ് ഡിവൈസിൽ ഓൾഡർ ജനറേഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓടുന്നത്. അപ്പം ഇനിയിപ്പം സെപ്റ്റംബറിൽ ഐഫോൺ വരുവാണ്, iOS 18 വരുവാണ്. അപ്പം അതിൻ്റെ ഒപ്പം ആൻഡ്രോയിഡ് 15 ഇറക്കാനിരിക്കുകയാണോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടത്. പക്ഷേ ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് മോശമായിട്ട് തോന്നുന്നത്. ബാക്കി സ്പെക്കിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആ ഒരു പോരായ്മകളും പിന്നെ ആ ഒരു മോശം വശം കൂടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിക്സൽ 9ലും 9 പ്രോയിലും അതുപോലെ 9 Pro XLിലും കുറച്ച് കോമൺ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന ക്യാമറ സെറ്റപ്പ് സെയിം, അതുപോലെ തന്നെ റാം സെറ്റപ്പും സെയിം ആണ്.
പിന്നെ പിക്സൽ 9ലേക്ക് വരുമ്പോൾ കുറച്ച് ഡൗൺ ഗ്രേഡഡ് ആയിട്ടുള്ള പരിപാടിയാണ് വരിക. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൂന്നിനും സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് വരിക. ഒരു റൗണ്ട് കോർണറഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് വരുന്നത്. അപ്പം ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ. ജസ്റ്റ് നമ്മൾ ആ ഒരു എന്താ പറയുക പിക്സൽ 9 സീരീസ് ഇറങ്ങി അതിനകത്ത് വരുന്ന ഡിവൈസിനെ പറ്റി ഒന്ന് പറയുക. അതല്ലാതെ അധികം സംഭവങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ചെയ്യാനില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇതിനെപ്പറ്റി പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതുപോലെ തന്നെ ലിങ്ക് മേളിൽ കൊടുക്കാം. അപ്പം ഈ ഒരു 9 സീരീസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ അതുപോലെ തന്നെ പിക്സലിൻ്റെ പഴയ ഡിവൈസസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമോ, അല്ലെങ്കിൽ അടുത്ത പിക്സലിൻ്റെ പുതിയ ഡിവൈസസ് വരാൻ വേണ്ടി കാത്തിരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഈ ഒരു പിക്സൽ 9 സീരീസിൽ വന്നിട്ടുള്ള ചിപ്സെറ്റ് ടെൻസർ G4 എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പാണ് വരിക. ഇത് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ഹെവി പെർഫോമൻസ് ചിപ്പല്ല, മെയിനായിട്ടും AI ട്യൂൺഡ് ആയിട്ടുള്ളൊരു ചിപ്പാണ്. അപ്പം AI പർപ്പസിനും അതുപോലെ തന്നെ ഒരു മീഡിയം ആയിട്ടുള്ള ഗെയിമിങ്ങും അതുപോലെ തന്നെ ഒരു ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും ടെൻസർ ചിപ്പുകൾ, അതായത് ടെൻസർ G1 മുതൽ ഈ ഒരു G3 വരെ ത്രോട്ടിലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഒരു മണിക്കൂർ 2 മണിക്കൂർ വേണ്ടി നമുക്ക് കാണാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ 15 മിനിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഈ ത്രോട്ടിലിംഗ് എന്ന പരിപാടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു G4ലും ത്രോട്ടിലിംഗ് വരാൻ ചാൻസ് ഉണ്ട് ഹെവി ലോഡ് വരുമ്പോൾ. അതായത് ഗെയിം ഓവർ ടൈം ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുമ്പോൾ, ഇപ്പം ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, റെൻഡർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ വരുമ്പോൾ, അതുപോലെ തന്നെ ഈ ക്യാമറയിൽ 4Kയും അതുപോലെ 8K ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു 8K ഒക്കെ ലോങ് ടൈം ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ത്രോട്ടിലിംഗ് എന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ടെൻസർ G4ൽ. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ ഒരു ടെൻസർ G4ൻ്റെ ആ ഒരു ബെഞ്ച് മാർക്കിങ്ങോ അതുപോലെ തന്നെ ആ ഒരു പെർഫോമൻസ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇറങ്ങി വരുന്നുള്ളൂ. കാരണം ഈ ഒരു ഡിവൈസ് റീറ്റെയിൽ ആയിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരാൾക്കും ഇത് ഫുൾ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഗൂഗിൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന മിക്ക ഇനി ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഡെമോ, അതായത് അവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂറോ ഉള്ള ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് അവർ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ റൂമേഴ്സ് വരുന്നത് ടെൻസറിൻ്റെ അടുത്ത ചിപ്പ്, അതായത് ടെൻസർ G5 എന്ന് പറഞ്ഞ ചിപ്പ് സാംസങ്ങിനെ കൊണ്ടല്ല പണിയിപ്പിക്കുക, TSMC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിലാണ് ഏൽപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്ക സ്നാപ്ഡ്രാഗൺ ഡിവൈസസിൻ്റെയും ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നത് ഈ TSMC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് ആയതുകൊണ്ട് തന്നെ ത്രോട്ടിലും കാര്യങ്ങളൊക്കെ അവിടുന്ന് വരുന്ന ചിപ്പുകൾ കുറവാണ്. അപ്പം അടുത്ത പ്രാവശ്യത്തെ G5 ആ ഒരു TSMC വഴിയാണ് നമുക്ക് ബിൽഡ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു പെർഫോമൻസ് ചിപ്പിനായിട്ട് നമുക്ക് G5നെ പ്രതീക്ഷിക്കാം. അതല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും പിക്സൽ 9 സീരീസ് ഇത്ര ഉള്ളൂ സംഭവങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളേഴ്സിലും അതുപോലെ പ്രീമിയം ബിൽഡൊക്കെയാണ് വരുന്നത്. ഗ്ലോസിയിൽ കിട്ടുന്നുണ്ട് പിക്സൽ 9. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആയിരിക്കും പിക്സലിൻ്റെ ആ ഒരു 9 പ്രോയും Pro XLും വരാം. 9 പ്രോയിലും 9 Pro XLിലും നമുക്ക് ആ ഒരു ഗ്ലോസി ആയിട്ടുള്ള സൈഡ് ഫ്രെയിമാണ് വരാം. അതായത് നമ്മൾ iPhone 14 പ്രോയിലൊക്കെ കണ്ട പോലെ. അതേപോലെ തന്നെ iPhone 14ൽ കണ്ട ആ ഒരു അലുമിനൈസ്ഡ് സംഭവങ്ങളാണ് നമുക്ക് ഈ പിക്സൽ 9ൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പിക്സൽ 9 Pro ഫോൾഡിലും ഏകദേശം ആ സെറ്റപ്പാണ്. അവർ യൂസ് ചെയ്യുന്നത് എയറോ ഗ്രേഡ് അലുമിനിയം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ മെയിനായിട്ടും പിക്സലിൻ്റെ 9 സീരീസിനെ പറ്റി ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിവ്യൂ എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഓക്കെ.